ബഹുമാന്യരായ ആദരണീയരായ ഖുർആൻ പഠിതാക്കളെ, ഖുർആൻ പഠിതാക്കളല്ലെങ്കിലും ഖുർആൻ പഠനത്തെ മനസ്സുകൊണ്ടെങ്കിലും സ്നേഹിക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, ഞാനങ്ങനെ പറയാൻ കാരണം നേരത്തെ ജലീൽ മാഷും ഞങ്ങൾ തമ്മിൽ ഇവിടുന്ന് ചർച്ച ചെയ്തു. ഇത്രയധികം ഖുർആൻ പഠിതാക്കൾ കണ്ണൂർ ജില്ലയിലുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഇതിൽ ഒരു 20% പഠിതാക്കളുണ്ടാകും. സീരിയസ് ആയിട്ട് ആഴ്ച തോറും ഖുർആൻ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന ആളുകൾ ഒരു 20% ആളുകളുണ്ടാവും. വളരെ കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. ഒരു 80% ആളുകൾ ഖുർആനെ വല്ലാതെ സ്നേഹിക്കുന്ന ആളുകളാണ്. അവർക്ക് പഠിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ എന്തോ അതിലേക്ക് അവരെത്തിപ്പെടുന്നില്ല. അവസരങ്ങളും സൗകര്യങ്ങളും ഇഷ്ടം പോലെയുള്ള ഒരു ജില്ലയാണിത്. പക്ഷേ ഇത്തരം പരിപാടികളിൽ അവർ ആവേശത്തോടുകൂടി വരികയും പ്രസംഗം കേൾക്കുകയും ചെയ്യുന്നു. അതുതന്നെ വലിയ കാര്യമല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ത് പ്രസംഗം, എന്ത് മതം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹ് നമ്മൾ എത്തിച്ചില്ലല്ലോ. അപ്പോൾ ഇതിനെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്കെങ്കിലും അള്ളാഹു നമ്മൾ എത്തിച്ചല്ലോ. നേരത്തെ മുസ്തഫ ഡോക്ടർ 5 മിനിറ്റാണ് സംസാരിച്ചതെങ്കിലും അദ്ദേഹം വളരെ മനസ്പർശിയായിട്ട് പറഞ്ഞ വാക്ക്, ഇതിനു മുമ്പ് കഴിഞ്ഞ സൽമാ ടീച്ചർ പ്രസംഗിച്ച് അവസാനിപ്പിച്ച സന്ദേശം, അതുപോലെ ജലീൽ മാഷ സംസാരത്തിൽ ഉടനീളം വന്നിട്ടുള്ള മെസ്സേജ്, അതുപോലെ നമ്മുടെ ഡോക്ടർ ഇർഷാദ് ഫാറൂഖി നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയും അതിൻ്റെയൊക്കെ സന്ദേശം ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ. നമ്മൾ ഈ പ്രസംഗം കേട്ട് പോയാൽ പോരാ. ഞാൻ ഇൻഷാ അല്ലാഹ് ഖുർആൻ ലേണിംഗ് സ്കൂളിൻ്റെ കണ്ണൂർ ജില്ലയിലുള്ള 15ഓളം ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ പഠിതാവായിട്ട് ചേരും. ഇനി നേരിട്ട് വരാൻ സൗകര്യമില്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. കോവിഡ് കാലത്തൊക്കെ തുടങ്ങിയ, വേറെ നിർവാഹമില്ലാത്തത് കൊണ്ട് തുടങ്ങിയ ആ ക്ലാസ് വളരെ 100-ലധികം പഠിതാക്കളെ വെച്ചിട്ട് ഇപ്പോഴും 5 വർഷമായിട്ട് മുടങ്ങാതെ നടക്കുന്നുണ്ട്. നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ എന്താണ് മറുപടി പറയുക? ഞാൻ കഴിഞ്ഞ ഖുതുബയിലും ഈ വിഷയം ഖുർആൻ പഠനത്തിൻ്റെ ആവശ്യകത സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ മരിച്ചു പോകുന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ മുമ്പിൽ നിന്ന് മറുപടി പറയാൻ കഴിയില്ല. കാരണം ഇത്രമേൽ ഖുർആൻ പഠിക്കാൻ, മതം പഠിക്കാൻ നമ്മുടെ ഏത് സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടും കംഫർട്ടായ ഒരു ടൈം നമുക്ക് രാത്രി 12 മണിക്കാണ് നമുക്ക് കംഫർട്ടെങ്കിൽ ആ സമയത്ത് പഠിക്കാം. 12 മണിക്കേ നമുക്ക് ഫ്രീ ആവുള്ളൂ. ഇവിടെ 2ാമത്തെ വെളിച്ചം സംഗമത്തിൽ കാസർഗോഡ് 1ാമത്തെ ആയിരുന്നു, 2ാമത്തേത് ഇവിടെ തിരിഞ്ഞു മറിഞ്ഞ് 17ാമത്തെ വീണ്ടും കണ്ണൂർ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 21ാമത്തേത് കണ്ണൂർ വരുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ സംഗമത്തിൽ പിന്നെ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാഷുടെ ഭാര്യ, ഒരു പേര് ഞാൻ മറന്നു, പത്മിനി ടീച്ചർക്കും ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ പ്രസംഗം ഞാൻ ഒരു എഹ്സാനാക്കിയിട്ട് 1000കണക്കായ ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ശുക്രാൻ പത്മിനി ടീച്ചർ. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങും. സാമൂഹ്യ പ്രവർത്തനവും മദ്യനിരോധനത്തിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഭർത്താവിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്ന ആളാണ്. എൻ്റെ ഭർത്താവ് മാത്രമല്ല, ഭർത്താവിനെ നിങ്ങൾക്ക് അറിയുള്ളൂ, പക്ഷെ ഞാനും അതേപോലെ മദ്യനിരോധന പ്രവർത്തകയെ, സാമൂഹ്യ രാത്രി 10 മണി 10:30 വീട്ടിലെത്തുക. മിക്കവാറും ദിവസം സാമൂഹ്യ പ്രവർത്തനം കഴിഞ്ഞ് രാത്രി 10:30 മണിക്കാണ് വീട്ടിലെത്തുക. എൻ്റെ കയ്യിൽ വെളിച്ചം ഖുർആൻ പഠന പദ്ധതിയുടെ ഒരു പുസ്തകം കിട്ടിയ സമയമായിരുന്നു. എനിക്ക് ഒരുപാട് മുസ്ലിം കൂട്ടുകാരുണ്ട്. അവരൊരാൾ തന്നതാണ്, ടീച്ചറെ നിങ്ങൾ ഒരുപാട് വായിക്കുന്ന ആളല്ലേ, ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്കുന്നതാണ്. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് വളരെ സൂറത്തുൻ നിസാ ആണ് അവർ പഠിച്ചത്. അതൊക്കെ പറഞ്ഞു വരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ 10:30 മണിക്ക് വന്നതിന് ശേഷം ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ബുക്കുമായിട്ട് ഇരിക്കും. അങ്ങനെ എല്ലാ ദിവസവും രാത്രി ഒരു അരമണിക്കൂർ സമയം ഞാൻ പഠിച്ചു. അങ്ങനെയാണ് എനിക്ക് 98 മാർക്ക് ഇപ്പം കിട്ടിയത്. 100 മാർക്ക് കിട്ടിയവർ ആദരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. 98 മാർക്ക് കിട്ടി. അവർ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അടുത്ത തവണ ഞാൻ 100 മാർക്ക് വാങ്ങും.
അപ്പം നോക്കൂ, പത്മിനി ടീച്ചറുടെ ഒരു തിരക്കൊന്നും നമുക്കില്ലല്ലോ. പത്മിനി ടീച്ചറുടെ തിരക്കൊന്നും ഉള്ളവർ ആരും കൂട്ടത്തിലില്ല. എന്നിട്ടും അതിനേക്കാൾ കംഫർട്ടായിട്ടുള്ള ഒരുപാട് പഠന സമയങ്ങളും സൗകര്യങ്ങളും നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. QLS നാൾവഴികൾ എന്നുള്ളതാണ്. ഞാൻ 1:15 നിർത്തും ഇൻഷാ അല്ലാഹ്. നമുക്ക് ഒന്നിച്ച് പോയി നിസ്കരിക്കാം. അപ്പോൾ ഈ വിഷയം തന്നപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നത് കണ്ണൂർ ജില്ലയിലെ QLSൻ്റെ നാൾവഴികളാണോ അതല്ല സംസ്ഥാന തലത്തിലുള്ളതാണോ? അപ്പോൾ ഒരു അവ്യക്തത ഉണ്ട്. അതായത് ഞാൻ 2 ക്ലബ് ചെയ്തിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കാം. ഞാനൊരു പ്രസംഗ രൂപത്തിലല്ലാതെ, ഇതൊരു അക്കാഡമിക ആയിക്കോട്ടെ, നേരത്തെ കേട്ട 2 പ്രസംഗം പോലെ അത്ര ആകർഷകമൊന്നും ആയിരിക്കില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ നടന്നു വന്ന ചരിത്രത്തെ പറ്റി ഒരു കൃത്യമായ രൂപം നമുക്ക് കിട്ടും. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഖുർആൻ പഠനത്തിൻ്റെ അനുകൂലമായ അനുഗ്രഹീതമായ സൗകര്യങ്ങളുടെ മുമ്പിലാണ് നമ്മളുള്ളത്. ലോക ചരിത്രം തന്നെ പരിശോധിച്ചു നോക്കിയാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് പോലെ അള്ളാഹിൻ്റെ മതം പഠിക്കാൻ ഇത്രയും കംഫർട്ടായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് വീണ ഒരു സന്ദർഭം ലോക ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ 50-ാമത്തെയോ 60-ാമത്തെയോ 70-ാമത്തെയോ വയസ്സിൽ മരിച്ച് മഹ്ശറ വൻസഭയിൽ വിചാരണയുടെ 10 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിലെ 1-ാം ക്വാഡ്രിമസ്റ്ററിൽ പരലോക വിചാരണയുടെ 10 ഘട്ടങ്ങൾ എന്നുള്ള പാഠം പഠിച്ച കുറേ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അള്ളാഹു ഇങ്ങനെ നിർത്തിയിട്ട് തുരുതുരാ ചോദ്യം ചോദിക്കുന്നു. കുറേ ആൾക്കാർ ഉത്തരം പറയുന്നു. ഉത്തരം പറഞ്ഞവരൊക്കെ സ്വർഗത്തിൽ, കുറേ ആൾക്കാർ ബബ്ബയാവുന്നു, അവരൊക്കെ നരകത്തിൽ. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയ പരലോകം. കാരണം നമ്മൾ വാളിലൂടെയാണ് പരലോകം മനസ്സിലാക്കിയത്, നമ്മൾ മനസ്സിലേശിയിട്ടില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിലൂടെ പരലോകം ഒരു 1.5 മണിക്കൂർ സമയത്തിലൂടെ നമ്മൾ പഠന ക്ലാസ്സിലൂടെ പഠിച്ചാൽ ആ പരലോകത്തെ നമുക്ക് ഭയപ്പെടാതിരിക്കാൻ കഴിയില്ല. 3 കടമ്പകളിൽ നമ്മൾ എല്ലാവരും നിൽക്കേണ്ടതുണ്ട്. അതിലൊന്ന് മാത്രമാണ് ചോദ്യോത്തര സെഷൻ. ലതുസ്അലുന്ന സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിങ്ങൾ അനുഭവിച്ച നിഅമത്തുകളെ പറ്റി നിങ്ങളോട് ചോദ്യം ചെയ്യും. ലാ തസാലു ഖദമു മിൻ ആദം മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 ചോദ്യങ്ങൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. 5 മെയിൻ ചോദ്യങ്ങൾ തന്നെയാണ്, ഇത് ചോദ്യോത്തരമാണ്. പിന്നെ നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കലുണ്ട്. അതേപോലെ തന്നെ രേഖാസമർപ്പണമുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കീഴിലുള്ള ആളുകളോട് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അത് ഭരണാധികാരിയും വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും മാത്രമല്ല. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തിഹി എന്നാണ്. നമുക്കൊക്കെ നമ്മുടെ കീഴിൽ മക്കളോ ഭാര്യയോ അനിയത്തിമാരോ അങ്ങനെയൊക്കെയുള്ള നമ്മുടേതായ ഉത്തരവാദിത്തമുള്ള ആളുകളുണ്ട്. ഈ 4 കടമ്പകൾ എല്ലാവരും കടക്കേണ്ടി വരും. ബാക്കി 6 അതുമായി ബന്ധപ്പെട്ട ചെയ്ത ആളുകൾ മാത്രം. ഈ മഹ്ശറ വൻസഭയിൽ നമ്മൾ വിചാരണക്ക് നിൽക്കുമ്പോൾ നേരത്തെ ഓതിയ ആയത്തുണ്ടല്ലോ, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. പ്രവാചകൻ പരാതി പറയുന്ന വാക്കാണ്, നമ്മൾ ഒരുപാട് കേട്ടതാണ്. റബ്ബേ, എൻ്റെ ഖൗമ് ഈ ഖുർആനെ മഹ്ജൂറാക്കി കളഞ്ഞു. ഇബ്നുൽ ഖയ്യിം ആ ആയത്തിന് നൽകിയ വിശദീകരണമാണ് ബഹുമാനപ്പെട്ട മുസ്തഫ ഡോക്ടർ ഇവിടെ പറഞ്ഞത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മനോഹരമായ ഒരു വ്യാഖ്യാനം അതിന് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞ ഈ പ്രതിപട്ടികയിൽപ്പെടുന്ന 4 ആളുകൾ ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ഈ 4 പ്രതിസ്ഥാനത്തിൽ എവിടെയെങ്കിലും ഞാൻ പെടുമോ എന്ന കുറ്റബോധത്തോടെയാണ് നമ്മൾ പോകേണ്ടത്. ഇല്ല, ഞാൻ പെടില്ല എന്ന സന്തോഷത്തോടെ പോകാൻ കഴിയുമോ എന്ന് ആലോചിക്കണം. ഒന്ന്, ഖുർആനിൽ വിശ്വസിക്കാതിരിക്കൽ, ഖുർആൻ അവഗണിക്കലാണ്. നമ്മളതിൽ പെടില്ല. ഖുർആൻ വിശ്വസിക്കുന്നു, പക്ഷേ ഖുർആൻ ഓതി നോക്കുന്നില്ല, അത് ഖുർആൻ അവഗണിക്കലാണ്. നമ്മൾ ഓതുന്നുണ്ടല്ലോ, അപ്പം നമ്മൾ അതിലും പെടുന്നില്ല. 3-ാമത്തെ പ്രതിസ്ഥാനത്ത് പെടുന്നത് ഖുർആൻ വിശ്വസിക്കുന്നു, ഖുർആൻ ഓതുന്നു, ഖുർആൻ തദബ്ബുർ ചെയ്യുന്നില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് 1,00,000 തവണ ഓതി ഈ 70 വയസ്സിനിടക്ക്. പക്ഷെ എന്താണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. അത് ഖുർആൻ അവഗണിക്കലാണ്. ഖുർആനിനെ അവഗണിക്കലാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. എത്ര തവണയാണ് മഗ്രിബിലും സുബ്ഹിക്കൊക്കെ നമ്മൾ ഓതിയത്, പക്ഷെ ഇന്നും അതിൻ്റെ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ. ഖുർആൻ അവഗണിക്കലാണ്. അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരും.
ഇനി 3, നമ്മൾ ഖുർആൻ പഠിതാക്കാണല്ലോ, നമ്മളതിൽ പെടൂല, സമാധാനിക്കാം. ഇതാ സൂറത്തിലെത്തി അൽബക്കറിന്റെ ഒരു അർത്ഥം അറിയാം. പക്ഷേ അടുത്തത് കേൾക്കൂ. ഖുർആൻ വിശ്വസിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ഖുർആൻ കുറേയൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നു. പക്ഷെ അതനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ, അതിനെ അനുധാവനം ചെയ്യുന്നില്ല എങ്കിൽ, ഖുർആൻ ഓതുക എന്നല്ല, ഖുർആൻ അനുധാവനം ചെയ്യുക എന്നാണ്. തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓതി പഠിച്ച ഖുർആനിനെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് അനുധാവനം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഖുർആൻ ഓതുന്നതിന് തിലാവത്തുൽ ഖുർആൻ എന്ന് പറയില്ല, യത്ലു അലൈഹി എന്നാണ്. അപ്പൊ ആ വിധത്തിൽ 4-ാമത്തേൽ നമ്മൾ പെടുവോ, 3-ാമത്തേൽ പെടുവോ ആലോചിക്കേണ്ടത്. 80% ആളുകൾ 3-ാമത്തേൽ പെടും എന്നുള്ളത് ഉറപ്പാണല്ലോ. ഞങ്ങൾ എല്ലാ പ്രസംഗത്തിനും ഞങ്ങൾ പോകാറുണ്ട് പഠിച്ചോനെ, ഖുർആനെ സംബന്ധിച്ചുള്ള പ്രസംഗങ്ങളെ ഞങ്ങൾ ആവേശത്തോടെ കേൾക്കാറുണ്ട് പഠിച്ചോനെ എന്നാണോ ഖുർആൻ തദബ്ബുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം? നമ്മൾ ഏത് കാലഘട്ടത്തിൽ നിന്നാണ് ഈ വെളിച്ചത്തിലേക്ക് വന്നതെന്നറിയാമോ? ഒരു 10-70 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു യാഥാസ്ഥിക പണ്ഡിതൻ ഖുർആനിന് പരിഭാഷ എഴുതാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ അപ്പുറത്ത് ഒരു പുസ്തകം ഇറങ്ങുന്നു, തഹ്ദീറുൽ ഖുർആൻ മിൻ തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ. ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിനെതിരെ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് വാണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സംഭവം എല്ലാവർക്കും അറിയാം. ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നു ചില ആളുകൾ, വലിയ കുറ്റമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത് വായിക്കരുത്, അതിന് പണമടക്കരുത്, അത് വാങ്ങരുത്, അതിനെ സപ്പോർട്ട് ചെയ്യരുത്. ഇങ്ങനെ പുസ്തകം എഴുതി അതിൻ്റെ റീപ്രിന്റ് ഇറങ്ങിയിട്ടില്ല. ആ പുസ്തകം പിന്നെ 2ാമത് ഇറങ്ങിയിട്ടില്ല. ഇടമറുക് ഖുർആൻ വിമർശന പഠനം ഇറങ്ങിയിട്ട് അതിന് 2ാം പതിപ്പ് ഇറക്കാൻ പറ്റാത്തതുപോലെ ഖുർആൻ പരിഭാഷ ചെയ്യുന്നതിനെ മുഅ്മിനീങ്ങൾക്ക് വാണിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിന് റീപ്രിന്റ് ഇറക്കാൻ പറ്റിയിട്ടില്ല. കാരണം അങ്ങനെ പറഞ്ഞ ആ വിഭാഗത്തിൽ തന്നെ ഇപ്പോൾ 15-ലധികം ഖുർആൻ പരിഭാഷകളുണ്ട്. 15-ലധികം ഖുർആൻ പരിഭാഷകൾ. ആ പുസ്തകം എഴുതിയ ഖുർആൻ പരിഭാഷപ്പെടുത്തരുത്, ഖുർആൻ അർത്ഥം പറഞ്ഞു കൊടുക്കരുത് എന്ന് പുസ്തകം എഴുതിയ ആ വിഭാഗത്തിന് തന്നെ 15-ലധികം ഖുർആൻ പരിഭാഷകൾ ഇപ്പോഴുണ്ട്. 60ഓളം മലയാള ഖുർആൻ പരിഭാഷകൾ ചെറുതും വലുതുമായിട്ട് ഇപ്പോഴുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നടന്നു വരുമ്പോൾ 5-6 പണ്ഡിതന്മാരുടെ പേരെങ്കിലും ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. ഒന്ന് NV അബ്ദുസ്സലാം മൗലവിയാണ്. അദ്ദേഹം അരീക്കോട്ടെ ആളുകളെ മുമ്പിലിരുത്തിയിട്ട് 2 തവണ ഒരു 20-30 വർഷക്കാലം എടുത്തുകൊണ്ട് അരീക്കോട്ടെ ഏതാണ്ട് തനിക്ക് കിട്ടാവുന്ന ആളുകളെ എല്ലാം മുമ്പിലിരുത്തിക്കൊണ്ട് 2 തവണ ഖുർആൻ റിപ്പീറ്റ് ചെയ്തവരെ പഠിപ്പിച്ചു. ഖുർആൻ ക്ലാസ് ആയിരുന്നു. അത് സിലബസ് ഇല്ല, ബോർഡില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതാ നമ്മൾ ഓതുന്ന ഇതാ സുൽസലത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് കേട്ടോ, നമ്മൾ ഓതുന്ന തബ്ബത്തിയതിന്റെ അർത്ഥം ഇങ്ങനെയാണ് കേട്ടോ, നമ്മൾ ഓതുന്ന കുൽഹുവല്ലയിൽ ഇന്നതാണുള്ളത് കേട്ടോ. കാരണം അങ്ങനെയുള്ളൊരു ഖുർആൻ ക്ലാസ് അതായിരുന്നു തുടക്കം. ഖുർആൻ പഠനത്തിന്റെ ഞങ്ങൾ ഓതിത്തരും, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. സോക്കുകളുണ്ടോ, നൂലുമായിട്ട് വാ, വെള്ളമായിട്ട് വാ, ഖുർആൻ ഞങ്ങൾ അത് ഓതിയിട്ട് ഊതിത്തരും, നിങ്ങളത് കെട്ടിയാൽ മതി, കുടിച്ചാൽ മതി. മരിച്ചിട്ടുണ്ടോ, ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും, നിങ്ങൾ കുറച്ച് മുസാഫ് അവിടെ എടുത്തു വെച്ചാൽ മതി, മരിച്ച ആൾക്ക് ഞങ്ങൾ ഓതിക്കൊടുക്കും. അങ്ങനെ ഓതുന്നതും ഊതുന്നതുമൊക്കെ ഞങ്ങളാണ്, നിങ്ങളിതിങ്ങനെ അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് അടച്ചിരുത്തപ്പെട്ടിരുന്ന ഒരു സമുദായത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നവരാണ് നമ്മൾ. അതാണ് ഖുർആൻ പഠനത്തിന്റെ നാഴ്വഴികളിലെ പ്രഥമവും പ്രധാനവുമായ സ്റ്റെപ്പ്. 2ാമത് അമാനി മൗലവി ഖുർആൻ പരിഭാഷ എഴുതി രംഗത്തേക്ക് വരികയാണ്. അതിൻ്റെ ഒക്കെ ചരിത്രം പറയുകയാണ് എങ്കിൽ ഏതോ ഒരാൾ അയച്ച ഒരു കാർഡ്, 15 പൈസയുടെ കാർഡിൽ ഖുർആന്റെ ആശയം മനസ്സിലാക്കി അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ എല്ലാ സാമ്പത്തിക ചെലവും നൽകാം എന്ന് പറഞ്ഞ ഒരു കാർഡിൽ നിന്നാണ് ആ മഹാപരിഭാഷയുടെ തുടക്കം ആരംഭിക്കുന്നത്. 50 വർഷം കഴിഞ്ഞു. 70ഓളം മലയാള ഖുർആൻ പരിഭാഷകൾ മലയാളത്തിൽ ഇറങ്ങി. ഇന്നും അമാനി മൗലവിയുടെ ഖുർആൻ വിവരണത്തിന് സ്വീകാര്യത നഷ്ടപ്പെട്ടിട്ടില്ല. അമാനി മൗലവി ഓർക്കാതെ ഖുർആൻ പഠനത്തിന്റെ നാൾവഴികൾ നമുക്ക് പറഞ്ഞു പോകാൻ കഴിയില്ല. അതേപോലെ തന്നെ
എടപ്പാറ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ മിമ്പറിൽ നിന്ന് വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറ ഹത്താ ഇദാ ജാഉഹാ വഫതിഹത് അബ്വാബുഹാ. വിചാരണ കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ 10 കടമ്പകളുണ്ടല്ലോ, ആ കടമ്പ കഴിഞ്ഞ് ഉംതാസിൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ മാറി നിൽക്ക്, സ്വർഗത്തിൽ പോകേണ്ട ആളുകളെ മുട്ടി നിൽക്കാൻ പോലും നിങ്ങൾക്ക് അധികാരമില്ല, മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗാവകാശികളെയും നരകാവകാശികളെയും വേർതിരിച്ചിട്ട് സ്വർഗക്കാരെ സ്വർഗത്തിലേക്കും നരകക്കാരെ നരകത്തിലേക്കും കൊണ്ടുപോകുന്ന ആ ഒരു വല്ലാത്തൊരു ടേണിംഗ് പോയിന്റ് സൂറത്ത് സുമറിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അത് കടവത്തൂരിലെ മെമ്പർ, ഞാൻ കടവത്തൂർ കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കടവത്തൂരിലെ മെമ്പറിൽ നിന്ന് ആ ആയത്തോതിയിട്ട് അർത്ഥം പറയാൻ കഴിയാതെ, അടുത്ത ആയത്തോതാൻ കഴിയാതെ വിതുങ്ങുന്ന കരയുന്ന എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവി എൻ്റെ മനസ്സിൽ, കടവത്തൂരുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോ ഖുർആൻ ഓതി, മിമ്പറിലൂടെ ഖുർആൻ ഓതിയിട്ട് ഇതാണ് നമ്മുടെ ഖുർആൻ, ഈ ഖുർആനിലേക്കാണ് നമ്മൾ വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മിമ്പറുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആനിന്റെ വെളിച്ചം പകർന്ന എടപ്പാറ പോലുള്ള മഹാപണ്ഡിതന്മാർ. ഏറ്റവും ഒടുവിൽ KK മുഹമ്മദ് സുല്ലമി വരികയാണ്. അതിവിടെ പറഞ്ഞു, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പരിപാടി കൊളമാക്കാൻ വേണ്ടി, കലക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട യുവാവ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന ആയത്തിലാൽ കൊളത്തി വലിക്കപ്പെട്ട് തിരിച്ചു നടന്ന് ഖുർആനിന്റെ QLSന്റെ ഡയറക്ടറാവുന്ന ഈ മഹാസംവിധാനത്തിന്റെ സ്ഥാപകനാവുന്നിടത്തോളം അല്ലാഹു തആല ഉയർത്തിയ ഒരു മഹാമനുഷ്യൻ KK മുഹമ്മദ് സുല്ലമി. നിങ്ങൾക്ക് തന്നിട്ടുള്ള ആദ്യം എത്തുന്ന 130 ആളുകൾക്ക് ഖുർആൻ ലേഖനങ്ങൾ അടങ്ങിയ ഒരു സമാഹാരം തരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ KKയുടെ ആ ഒരു പ്രസംഗം, കണ്ണൂർ ജില്ലയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം അതിലുണ്ട്. QLS വിളിക്കുന്നു ഖുർആനിലേക്ക്. KK മുഹമ്മദ് സുല്ലമി മാഹിയിൽ നിർവഹിച്ച ഒരു പ്രസംഗമാണ്. മാഹിയിലെ ഒരു ചെറിയൊരു ഖുർആൻ പഠിതാക്കളുടെ സംഗമത്തിൽ നടത്തിയ പ്രസംഗം നിങ്ങൾക്ക് കിട്ടിയ പുസ്തകത്തിൽ അതുണ്ട്, വീട്ടിലെത്തി ഒന്ന് വായിച്ചു നോക്കണം. ആ KK ഖബറിൽ ഇപ്പോഴും ഇങ്ങനെ കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ വിധത്തിൽ QLS അതിൻ്റെ തുടക്കം നേരത്തെ ജലീൽ മാഷ് അത് പറഞ്ഞു. ആ സമയത്ത് ഞാനും അതിൻ്റെ ISMന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. ഒരു രാത്രി 8 മണിക്ക് മീറ്റിംഗ് നടക്കുമ്പോൾ KK ഇപ്പം വരും എന്ന് പറഞ്ഞു. KK വരികയാണ്. പുതിയൊരു പഠന സമ്പ്രദായം, ജനകീയ ഖുർആൻ പഠന സമ്പ്രദായം നമ്മൾ തുടങ്ങാൻ പോവുകയാണ് കേരളത്തിൽ. സിലബസ് ഒക്കെ വെച്ച് 8 വയസ്സുകാരനും 80 വയസ്സുകാരനും ഒരേ ക്ലാസ്സിലിരുന്ന്, ഉമ്മയും മക്കളും ഭാര്യയും ഭർത്താവും പേരക്കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിലിരുന്ന് അങ്ങനെ ഖുർആൻ പഠിക്കുന്ന ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഠന സമ്പ്രദായം നമ്മൾ തുടങ്ങാൻ പോവുകയാണ് എന്ന് ആദ്യം അവിടെ വിശദീകരിച്ചു. അത് വിശദീകരിക്കാൻ KK വരും, ഒരു ഡെമോ ക്ലാസ് ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ KK വരികയാണ്. ഞങ്ങളൊക്കെ ഏതോ വെള്ളരിക്കാ പട്ടണത്തിലൊക്കെ ചെന്ന പോലെ ഇതിപ്പം നടക്കുമോ? 8 വയസ്സുകാരനും 80 വയസ്സുകാരനും ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ട് ഖുർആൻ പഠിക്കുക, അത് സിലബസ്, ബോർഡ്, പരീക്ഷ, എന്താണ് ഈ പറയുന്നത്? KK വന്നു, നമുക്ക് ഖുർആൻ പഠിക്കാം, നമ്മൾ ആദ്യം ഒന്ന് പഠിക്കാം, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഖുർആൻ ജനങ്ങളൊന്ന് പഠിപ്പിച്ചു നോക്കാം. അദ്ദേഹം ബോർഡിൽ എഴുതി, അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون. 5 ആയത്ത് 5 വരികളിലായിട്ട് എഴുതി. ഇതിന്റെ അർത്ഥം നമുക്കൊന്ന് പഠിപ്പിച്ചു നോക്കല്ലേ. അമ്മ യതസാഅലൂൻ അല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ? അല്ല, അമ്മ വേറെ കേൾക്കണം. അമ്മ മാത്രം കേട്ടാ പോരാ, അതിന് ഒന്നുകൂടി ഡിവൈഡ് ചെയ്യണം. അൻ കൂട്ടണം മാ, അൻ കൂട്ടണം മാ, അതാണ് അമ്മ എന്നായത്. എബൌട്ട് എന്ന് കേട്ടിട്ടില്ലേ? അതാണ് അൻ. അപ്പൊ എന്തൊന്നിനെ സംബന്ധിച്ചാണ്? യതസാഅലൂൻ, യതസാഅലൂൻ. സഅലാന്ന് കേട്ടിട്ടുണ്ടോ? ചോദിച്ചു. സായിലെന്ന് കേട്ടിട്ടുണ്ടോ? ചോദിക്കുന്നവൻ. യതസാഅലൂൻ, അവർ ചോദിക്കുന്നു. ഒന്നർത്ഥം പറഞ്ഞു നോക്കിയാട്ടെ. അമ്മ യതസാഅലൂൻ, എന്തിനെ പറ്റിയാണ് അവർ പരസ്പരം ചോദിക്കുന്നത്? സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു, തസാല എന്ന് പറഞ്ഞാൽ പരസ്പരം ചോദിക്കുക. ലോകാവസാനം ഉണ്ടാവോ? അത് മുഹമ്മദ് വെറുതെ പറയുന്നതായിരിക്കും. എങ്ങനെ ഉണ്ടാവില്ല?
ഇങ്ങനെ കളിയാക്കിയിട്ടും ആകാംക്ഷയോടെയും പരിഹസിച്ചിട്ടും നിഷേധിച്ചിട്ടും 4 ആംഗിളിലൂടെ വരുന്ന ചോദ്യങ്ങളെ ഒരായത്തിൽ ഒതുക്കിയിട്ട് പിന്നെ പറയുന്നു അമ്മയത്തെ കല്ലാസയായാലും മുൻസുമ്മ കല്ലാസയായാലും. അതിന് മറുപടി ഒന്നും അവിടെ പറയുന്നില്ല. അത് പിന്നെ അവരറിഞ്ഞോളൂ. ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ അവർക്ക് അറിയേണ്ടത്. അതല്ലേ അവരെ പരിഹാസം. നീ ഇപ്പം വിശദീകരിച്ചു കൊടുക്കാൻ നിൽക്കേണ്ട മുഹമ്മദ്, കണ്ടറിയാത്തവൻ കൊണ്ടറിഞ്ഞോളൂ. അപ്പം ഇതാണ് ഈ 5 ആയത്തിൻ്റെ ആശയം. അപ്പം ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചുകൂടെ ഖുർആൻ? അപ്പം നമുക്കൊക്കെ ഒരു ആദ്യത്തെ ആശങ്ക പോയി കിട്ടി. ISMന്റെ അന്നത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഞങ്ങൾക്കൊക്കെ ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് വന്നു. എല്ലാവരും ക്ലാസ് എടുക്കുന്നവരായിരുന്നില്ല, ക്ലാസ് എടുക്കാൻ കഴിയുന്നവരല്ല, ബിസിനസ്സുകാരും ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലാസ് എടുക്കുന്ന അധ്യാപകരായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഒരു ആവേശം വന്നു. ഇങ്ങനെയാണെങ്കിൽ എടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഓരോ ജില്ലയിൽ ഒരു ക്ലാസ് അടുത്ത മാസം തുടങ്ങിയിട്ട് 1995 അത്. അങ്ങനെ ആദ്യത്തെ ക്ലാസ് കണ്ണൂർ ജില്ലയിൽ 6 ക്ലാസ് ഒന്നിച്ചു തുടങ്ങി. കണ്ണൂർ താണയിൽ, അതേപോലെ തന്നെ കടവത്തൂരിൽ, അതുപോലെ പാനൂരിൽ, മാഹിയിൽ, പുന്നോലിൽ, തളിപ്പറമ്പിൽ. ഇതായിരുന്നു കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ക്ലാസ്. 95 അവസാനത്തിൽ 96 ഈ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയത്. സംസ്ഥാന തലത്തിലും ഇതേപോലെ പലയിടത്തും ക്ലാസ്സുകൾ തുടങ്ങി. ഞാൻ ചുരുക്കി പറയാം, പ്രസംഗമാകാതിരിക്കാൻ വേണ്ടി ഞാനത് വായിച്ചു പോവുകയാണ്. അത് പിന്നീട് 2 വർഷം വല്ലാത്തൊരു വളർച്ചയായിരുന്നു. സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും QLSന് പിടിച്ചാൽ കിട്ടൂല എന്ന് പറഞ്ഞ പോലെ അതിനുശേഷമാണ് വേറൊരു സംഘടന QLS, ഖുർആൻ ലേണിംഗ് സ്കൂൾ. എടോ, ഇതുകൊണ്ട് മുജാഹിദുകൾ വല്ലാണ്ട് പോവുകയാണല്ലോ. എല്ലായിടത്തും ഖുർആൻ ക്ലാസ്. നമുക്കൊന്ന് തുടങ്ങിക്കൂടെ? കേരളത്തിലെ വലിയൊരു വേറൊരു മതസംഘടന QSC ഖുർആൻ സ്റ്റഡി സെന്റർ തുടങ്ങിയത് അങ്ങനെയാണ്. നമ്മളായിരുന്നു അവർക്ക് പ്രചോദനം. അതിനുശേഷം റഹ്മത്തുള്ള കാസിമി മുത്തേടം ഒരു പടയോട്ടമായിട്ട് ഇങ്ങനെ വന്നു. ഓരോ സ്ഥലത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ 100-200 ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഖുർആൻ പഠന സംരംഭം സുന്നികൾ. പക്ഷെ അതൊക്കെ ഇപ്പം റഹ്മത്തുള്ള കാസിമി ഇവിടെ എത്തിയെന്ന് പറയണ്ടില്ലല്ലോ. ഇപ്പം എന്താ അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് അറിയാമല്ലോ. അപ്പോൾ പോട്ടെ. അപ്പോൾ നമ്മളെ QLS കാരണം ജനങ്ങളെ സതുദ്ദേശത്തോടു കൂടി ഖുർആൻ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അതിന് ബർക്കത്തുണ്ട്. അതിന് ഡാമേജ് സംഭവിച്ചിട്ടില്ല, ഡാമേജ് സംഭവിക്കുകയില്ല. നേരെ മറിച്ച് പകരത്തിന് പകരം എന്ന രൂപത്തിൽ തുടങ്ങിയതൊക്കെ ഉദ്ദേശശുദ്ധി ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ചില ഡാമേജുകളുണ്ട്. ഡാമേജ് ഇല്ലാത്ത കേരളത്തിലെ ഏക ഖുർആൻ പഠന സംരംഭം ഏതാണെന്ന് ചോദിച്ചാൽ, കലർപ്പില്ലാത്ത വിവിധ കളറുകൾ കൂടിച്ചേർന്ന് എന്താണെന്ന് വ്യക്തതയില്ലാതെ വന്നുപോയിട്ടില്ലാത്ത ഒരു ഖുർആൻ പഠന സമ്പ്രദായം QLS മാത്രമാണ്. അത് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ അവസ്ഥ ഒറ്റ വാക്കിൽ ഒന്നുകൂടി ഓടിച്ചൊന്ന് പറയാം. ഈ 6 സ്ഥലത്ത് ക്ലാസ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. പിന്നെ അത് 12ആയി, 23, 3 കൊല്ലം കൊണ്ട് കണ്ണൂർ ജില്ലയിൽ 23 സ്ഥലത്ത് ക്ലാസ് തുടങ്ങി. ആളുകൾക്ക് ആവേശമായി. ഈ അന്നൊക്കെ അനുഭവം പറയുന്ന സെഷനിൽ അവർ പറയാറുണ്ട്, ഞങ്ങളിങ്ങനെ അർത്ഥം എഴുതിയത് നോട്ട് ഇവിടെ അടുക്കളയിൽ ഇങ്ങനെ തൂക്കി വെക്കും. എന്നിട്ട് അരി അരക്കുന്നതിനിടെ അമ്മ എത്തസാഅലൂൻ, അമ്മ എത്തസാഅലൂൻ ഞങ്ങളിങ്ങനെ പഠിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സുന്ദര സുരഭില കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. മുതിർന്ന ആളുകൾ, അങ്ങനെയൊക്കെ പഠിച്ച ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് ഏതോ ഒരു കഥ കേൾക്കുന്ന പോലെയാണ് ഇപ്പം നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് തിരിച്ചു പോകണം. അതിന് നമുക്ക് അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. അത് മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 വർഷം കൊണ്ട് 8 അന്ന് ഇതുപോലെയുള്ള അധികം ക്ലാസ് എടുക്കാൻ പറ്റിയ ആളുകൾ അധികം ഇല്ല. ഒരു ഖൈറുന്നിസ ടീച്ചർ, അതേപോലെ തന്നെ മരിച്ചുപോയ നുസൈബ ടീച്ചർ, അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് മദനിയും ഒക്കെ പ്രിൻസിപ്പാളായിട്ട് ഇപ്പോൾ ജമിയത്തുൽമൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം പുന്നോലിൽ 2 വർഷം ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിരുന്നു. പിന്നെ PhD ആവശ്യമായിട്ട് തിരക്ക് വന്നപ്പം പിന്നെ അദ്ദേഹം അത് പോയി. ആ സമയത്താണ് പിന്നെ മാഹി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുസ്സമദ് സാഹിബൊക്കെ ഒരാഴ്ച പോലും മുടങ്ങാതെ ക്ലാസ്സിലൊക്കെ വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നെ വല്ലാതെ സ്വാധീനിച്ച ആയത്താണ്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് വല്ലാതെ ടെൻഷൻ കൊണ്ട് നടക്കുന്ന ആളായിരുന്നു.
5 നേരം നിസ്കരിക്കുന്ന, പള്ളിയുടെ കാര്യത്തിൽ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന എനിക്കെന്താ പടച്ചോൻ ഇങ്ങനെ വിഷമം തരുന്നത് എന്ന് ചിന്തിച്ചതിന് ഉത്തരം കണ്ടെത്തിയത് QLS-ലെ വള്ളുഹ പഠിച്ചപ്പോഴാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നിന്റെ റബ്ബ് നിന്നെ വെറുത്തിട്ടില്ല സമതേ, നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചിട്ടുമില്ല സമതേ എന്ന് അള്ളാഹു എന്നോട് പറയുന്ന ആയത്ത് കേട്ടപ്പോഴാണ് എനിക്ക് ജീവിതത്തിലെ പ്രയാസങ്ങളെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് എന്ന് മാഹി പഞ്ചായത്ത് പ്രസിഡന്റായ തിരക്ക് പിടിച്ച സാമൂഹ്യ പ്രവർത്തകൻ 2 വർഷത്തിലൊരു ഞായറാഴ്ച പോലും കുന്നോലിലെ QLS ക്ലാസ് ഒഴിവാക്കാതെ ക്ലാസ്സിൽ വന്ന് അതിൻ്റെ ഫലം സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതുപോലൊരു സദസ്സിൽ വിളിച്ചു പറഞ്ഞത് കേട്ടവരാണ് നമ്മൾ പലരും. അതാണ് QLS-ന്റെ. പിന്നീട് നമ്മൾ ആദ്യത്തെ സംഗമം നടത്തി. ഒരു സംഗമം നടത്താമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ 22 ക്ലാസ് ഉണ്ടല്ലോ, ഏതാണ്ട് 100-300 ആളുകൾ പഠിക്കുന്നുണ്ട്. അന്ന് കണ്ണൂർ ഇപ്പോൾ പൊളിച്ചു കിടക്കുന്ന പുതുക്കിപ്പണിയുന്ന ടൗൺ ഹാളിൽ സംസ്ഥാന സമിതി പോലും ചിന്തിച്ചിട്ടില്ല സംഗമത്തെ പറ്റിയിട്ട്. കണ്ണൂർ ജില്ല ഒരു സംഗമത്തെ പറ്റി ചിന്തിച്ചു. 1998 സെപ്റ്റംബർ 6 ടൗൺ ഹാളിൽ കേരളത്തിലെ തന്നെ പ്രഥമ QLS സംഗമം നടന്നു. അതിൽ ഓരോ ക്ലാസ്സിലും മികച്ച പഠിതാക്കൾ സ്റ്റേജിലിരുത്തി. ഏതാണ്ട് 22ഓളം ആളുകൾ വേദിയിലുണ്ടായിരുന്നു. ആരുടെ കൂടെ? KN ഇബ്രാഹിം മൗലവി, സലാഹുദ്ദീൻ മദനി, അതേപോലെ തന്നെ KK മുഹമ്മദ് സുല്ലമി, ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ കൂടെ 22 ബാച്ചിലെയും മികച്ച പഠിതാക്കളുടെ പ്രതിനിധികൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു. ആ സ്റ്റേജിലുള്ള 2 ആളുകൾ ഇന്നിപ്പോൾ ഇവിടെ വേദിയിലുണ്ട്. അന്ന് സ്റ്റേജിലുണ്ടായിരുന്ന 2 ആളുകൾ ഈ സദസ്സിലുണ്ട്. അപ്പോൾ KN ഇബ്രാഹിം മൗലവി, അതേപോലെ തന്നെ ഇന്നലെ ഞാനത് ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ചെറിയൊരു സ്ലൈഡ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ KN ഇബ്രാഹിം മൗലവി ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടതാണ്. മുസാൻകുട്ടി എഞ്ചിനീയർ, ഇവരൊക്കെ മരണപ്പെട്ടു പോയി. KP അബ്ദുസ്സമദ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, M സലാഹുദ്ദീൻ മദിനി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി ചെറുപുഴ, ഇവരൊക്കെ പങ്കെടുത്ത ആദ്യത്തെ. പിന്നെയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് നമുക്ക് കണ്ണൂർ ജില്ല ഇങ്ങനെ ഒന്ന് നടത്തി വിജയിപ്പിച്ചല്ലോ, നമുക്ക് സംസ്ഥാന തലത്തിൽ ഒരു QLS സംഗമം നടത്തണ്ടേ. 1999 നമ്മളാണ് മുമ്പിൽ നടന്നവർ കണ്ണൂർ ജില്ല. അങ്ങനെ 1999 ജയ ഓഡിറ്റോറിയത്തിൽ പ്രഥമ സംസ്ഥാന സംഗമം നടക്കുകയാണ്. പ്രഥമ സംസ്ഥാന സംഗമം നടന്നത്, അതിൽ അധികവും പഠിതാക്കളുടെ സെഷൻ ഉണ്ടായിരുന്നു. QLS സംഗമത്തിൻ്റെ ഏറ്റവും ആകർഷകമായ ഭാഗം ആദ്യ കാലഘട്ടത്തിൽ വെളിച്ചത്തിലേക്ക് എന്ന് പറഞ്ഞൊരു 2 മണിക്കൂർ സെഷൻ ഉണ്ടാവും. അതിൽ പഠിതാക്കളുടെ അനുഭവങ്ങളാണ് പറയുന്നത്. KK അന്ന് പ്രസംഗിക്കാൻ പേര് തന്ന 10-15 ആളുകളുടെ ഒരു ലിസ്റ്റ് ഒരു കടലാസിൽ എഴുതി കയ്യിൽ വെച്ച് ഓരോരുത്തരെ വിളിക്കുകയാണ്. ജമീല, അബ്ദുറഹ്മാൻ, മുഹമ്മദ് പുത്തനത്താണി, അബ്ദുറഹ്മാൻ രാമനാട്ടുകര എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അതിൽ 3-ാമത്തെ ഒരാൾ പ്രസംഗിച്ചപ്പം പറഞ്ഞു, എൻ്റെ നാട്ടിലൊരു ഖത്തീബ് വന്നിട്ടില്ലെങ്കിൽ ആർക്കും നെഞ്ചിടിപ്പില്ല. കാരണം പള്ളിക്കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡന്റും അനുവദിക്കുമെങ്കിൽ ഞാൻ മെമ്പറിൽ കയറും. കാരണം ഇദാ സുൽസിലത്തിൽ സിൽസാലഹ എന്നത് വിശദീകരിക്കാൻ എനിക്കറിയാം, അമ്മയത്തസാഅലു എന്നുള്ളത് വിശദീകരിക്കാൻ എനിക്കറിയാം, ആ സൂറത്തുകളൊക്കെ ഓതി അർത്ഥം പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ നാട്ടിലൊരു പള്ളിക്കമ്മിറ്റി പ്രസിഡന്റിന് നെഞ്ചിടിപ്പുണ്ടാകേണ്ടതില്ല. ഇത് കഴിഞ്ഞ് അദ്ദേഹം, ഇതിനേക്കാൾ ഞാൻ കാണുന്നത് പരലോകത്തുള്ള എൻ്റെ പരലോകത്തേക്ക് ഇനി ആശ്വാസത്തോടു കൂടി പോകാമല്ലോ. 3-ാമത്തെ ആൾ, ഞാൻ മുമ്പിലത്തെ വരിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അന്ന് കേക്ക് 4-ാമത്തെ ആൾ, 10-15 ആളുകളുടെ പേര് വിളിക്കാനുള്ള ലിസ്റ്റുമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. KK അവസാനം 4-ാമത്തെ ആളുടെ പേര് വിളിക്കാൻ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കുറേ നേരം അന്തിച്ച് നിന്ന രംഗം, ആ ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലൊരു ഫോട്ടോ പോലെ ഉണ്ട്. KK അടുത്ത ആളെ വിളിക്കാൻ കഴിയുന്നില്ല. KK വേദിയുടെ മുമ്പിൽ നിന്ന് വിതുമ്പുന്നത് ഞാൻ ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. അത് QLS പഠിതാക്കളുടെ മുമ്പിലാണ്, അവരുടെ സാന്നിധ്യത്തിലാണ്. അദ്ദേഹം ഒരു 2 മിനിറ്റ് മൗനമായി നിന്നിട്ട്, എന്താ KK മൈക്കിന് മുമ്പിൽ വന്ന് നിന്നിട്ട് ഒന്നും മിണ്ടാത്തത്, അടുത്ത ആളെ വിളിക്കാത്തത് എന്താ? KKയുടെ ശബ്ദം പതറാറില്ല. പക്ഷേ പതറിയ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞത്, അല്ല 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 കൂട്ടരെ, ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പം കൂട്ടരെ എന്നുള്ളൊരു വിളിയുണ്ടല്ലോ, അല്ല കൂട്ടരെ, ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഇവരൊക്കെ പോകുന്ന സ്വർഗത്തിലാണോ ഞാനും പോകേണ്ടത്? ഇവർ പോകുന്ന സ്വർഗത്തിൽ ഞാൻ പോകുമോ എന്നാലോചിച്ച് നിന്ന് പോയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു.
അപ്പോ ഖുർആൻ പഠിച്ച പഠിതാക്കൾ എത്തിപ്പെട്ട വെളിച്ചത്തിന്റെ ജാജ്വല്യമാനമായ പ്രകാശത്തിന്റെ ധവളിമയിൽ കേക്ക് പതറുന്നത് ഖുർആൻ പഠിതാക്കളുടെ മുമ്പിൽ മക്കളുടെ വളർച്ചയിൽ ഉപ്പ ചിലപ്പോ ഒന്ന് ചെറുതായി വലുതാവുകയോ ചെയ്യുമല്ലോ. അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ വരികയായിരുന്നു. അപ്പോ ഞാൻ 2 മിനിറ്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, അങ്ങനെ കേരളത്തിലാകമാനം ഇന്നും QLS വളരെ സജീവമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇടക്കാലത്ത് ചെറിയ ഒരു സംഘടനാ പ്രശ്നങ്ങളും അതേപോലെ തന്നെ മറ്റ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ എല്ലാവർക്കും വന്നപ്പോൾ ലേശം ഒന്ന് മങ്ങലേറ്റിരുന്നു. പക്ഷേ ഈ സദസ്സ് നമുക്ക് വല്ലാത്ത ഉത്തരവാദിത്ത ബോധമുണ്ടാക്കി. ISM കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വലിയൊരു ഉത്തരവാദിത്തം ഈ സദസ്സ് ഏൽപ്പിക്കുന്നു എന്ന് വളരെ സ്നേഹത്തോടെ, അധികാരത്തോടെയല്ല, വളരെ സ്നേഹത്തോടെ ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ വലിയ ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം ആളുകൾ ഖുർആൻ പഠിക്കാൻ, ഖുർആനെ സ്നേഹിക്കും. ഇന്നലെ വരെയും മിനിയാന്ന് വരെയും സഅദ് ബേജാറോടുകൂടി ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യുക. 66 ആളെ ആയിട്ടുള്ളൂ, 70 ആളെ ആയിട്ടുള്ളൂ, ഒരു 200 ആളെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞിങ്ങനെ കരയുന്ന പോസ്റ്ററുകൾ ഇട്ടിരുന്നു. അപ്പോഴും നമ്മൾ സമാധാനിച്ചു, 200-ൽ കുറയാത്ത ആളുകൾ ഉണ്ടാകും. ചേംബർ ഹാളിലെ ഫുൾ സീറ്റ് ഫുള്ളാകും. ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഏതാണ്ട് ഒരു സംഗതിയുടെ കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബേജാറായ ISM-ന്റെ പ്രവർത്തകരോടൊക്കെ നേരിട്ട് കണ്ടപ്പോഴൊക്കെയും അവർ ബേജാറ് പങ്കിട്ടപ്പോൾ ഞാൻ പറഞ്ഞത്, ചേംബർ ഹാളിലെ സീറ്റ് ഫുള്ളാകും, അതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട, ബാക്കി പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയാൽ മതി എന്നാ പറഞ്ഞു. ഫുള്ളായില്ല. അൽഹംദുലില്ലാ. പക്ഷേ ഞാൻ പറയുന്നില്ല, ഇതിൽ QLS ക്ലാസ്സിലോ സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിലോ പഠിതാക്കളായിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് കൈവോക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല. പക്ഷേ നമ്മളോട് സ്വയം ഒന്ന് ചോദിക്കണം. ഇവിടെ പിന്നെ നമ്മുടെ ജില്ലയിൽ ഷാഹിദ് അബ്ദുള്ള ഇന്ന് ഇവിടെ ഇല്ല. അറബി മലയാളം മാത്രം പഠിച്ച ഒരാള് QLS പരീക്ഷയിൽ രണ്ടാം വർഷത്തിൽ സംസ്ഥാന റാങ്ക് കിട്ടുകയാണ്, ഫസ്റ്റ് റാങ്ക്. അറബി കോളേജിൽ ഇപ്പോൾ ലെക്ചറായിട്ടുള്ള മറിയം സിത്താരക്ക് അന്ന് 2ാം റാങ്ക് ആയിരുന്നു. PG കഴിഞ്ഞ് അറബി കോളേജിൽ ഇപ്പോൾ എൻ്റെ പ്രൊഫസറാണ്, ഗസ്റ്റ് ആണെങ്കിൽ പോലും. അവൾക്ക് അന്ന് 2nd റാങ്കാണ്. ഷാഹിദ് അബ്ദുള്ള ഫസ്റ്റ് റാങ്ക്. അബൂബക്കർക്ക് കാരക്കുന്ന് ഷബാബിൽ നിന്ന് വിളിക്കുകയാണ് ഷാഹിത്തെ നേരിട്ട് പറഞ്ഞാണ്. കാരക്കുന്ന് വിളിച്ചിരുന്നു, കാരക്കുന്ന് പറയുന്ന ഒരാൾ വിളിച്ചിരുന്നു, ഷബാബ് എന്നാണ്. അടുത്ത ലക്കത്തിൽ റിപ്പോർട്ട് കൊടുക്കാൻ ഡീറ്റെയിൽ. അപ്പോൾ എന്താ നിങ്ങളെ യോഗ്യത എന്നാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പണ്ട് മദ്രസിൽ പഠിച്ചതാണ്, ഞാൻ ബിസ്മി ഒക്കെ ശരിക്കും അറബിയിൽ എഴുതാൻ പഠിച്ചത് QLS ക്ലാസ് എന്നാണ്. ആ ഷാഹിദ് അബ്ദുള്ള ഭർത്താവ് മരിച്ചപ്പോൾ ഇദ്ദയിലാണ്. അപ്പോൾ അവർ ഈ 20-25 വർഷത്തിനിടക്ക് 20ഓളം ലേഖനങ്ങൾ അവർ എഴുതി, മാസികകളിൽ, സോവനീറുകളിൽ, ബുക്കുകളിലൊക്കെ ആയിട്ട്. ഇവിടെ നിങ്ങൾ പലരും അവരുടെ പുസ്തകം കണ്ടുണ്ടാവും. ഷാഹിദ് അബ്ദുള്ളയുടെ ഖുർആൻ ലേഖനങ്ങൾ. ഒരു പണ്ഡിതയല്ല, എത്ര പണ്ഡിതന്മാരൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. QLS-ൽ പഠിച്ച ഒരു പഠിതാവ് അവർ എഴുതിയ, വെറുതെ ഒന്ന് ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഷാഹിത്ത നിങ്ങൾ കുറേ ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, 5-10 എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ ലേഖനങ്ങളൊക്കെ കളക്ട് ചെയ്തുകയാണെങ്കിൽ നമുക്കൊന്ന് എഡിറ്റ് ചെയ്തിട്ട് പുസ്തകമാക്കിയിട്ട് ഇറക്കിക്കൂടെ, നമുക്കിത് മറ്റുള്ളവർക്ക് പ്രചോദനമാവില്ലേ. അങ്ങനെയാണ് അവർ മറ്റ് ലേഖനങ്ങളൊക്കെ തന്നു, അത് എഡിറ്റ് ചെയ്തു. 16 ലേഖനങ്ങൾ. 15 വർഷത്തിനിടയ്ക്ക് ജീവിതത്തിൽ QLS-ൽ വരുന്നത് വരെ അറബിയിൽ ഒരു വരി എഴുതിയിട്ടില്ലാത്ത, അറബിയിൽ ഒരായത്തിൻ്റെ അർത്ഥം പോലും അറിഞ്ഞുകൂടാതിരുന്ന ഷാഹിദ് അബ്ദുള്ളയെ പോലുള്ള എത്രയെത്ര ഷാഹിദമാർ എൻ്റെ മുമ്പിൽ പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. ഖുർആനെ നെഞ്ചേറ്റിയ, ഖുർആൻ ഒരായത്ത് പറഞ്ഞാൽ തെറ്റിയാൽ ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന, ഒരായത്ത് പറഞ്ഞാൽ ഇത് നമ്മൾ കരീംക്ക നേരത്തെ ഇവിടെ വന്നല്ലോ, വലിയൊരു അസുഖം ബാധിച്ച് അള്ളാഹു ഷിഫ നൽകി. എന്നാലും അതാണ് നേരത്തെ ജലീൽ മാഷ് ഇറങ്ങി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചല്ലോ. അപ്പോൾ അദ്ദേഹം ഓൺലൈൻ ക്ലാസ്സിൽ ഓരോ ആയത്ത് നമ്മൾ എടുക്കുമ്പോഴും ഇതേ ആയത്ത് ഇന്ന സൂറത്തിലുണ്ടെന്ന് പറയും. കരീംക്ക നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അല്ലേ? ഇതേ ആയത്ത് ഇന്ന സൂറത്തിലുണ്ട്, ഇതേ ആയത്ത് ഇന്നേ സൂറത്തിലുണ്ട്, ഈ വിഷയം ഇന്ന സൂറത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആ വിധത്തിൽ ഖുർആൻ പഠിതാക്കളുടെ സ്കിൽ അല്ലാഹു തആല വികസിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇതൊക്കെയും ഖുർആൻ പഠനത്തിലൂടെ നമുക്ക്
ഉണ്ടായ ആ നാൾ വഴികളുടെ രൂപമാണ്. ഇനി നമ്മൾ ഒരു ബ്രേക്ക് ത്രൂ അനുഭവപ്പെട്ടിരുന്നു. ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മോട് ഇനി അങ്ങോട്ട് മുമ്പോട്ടേക്ക് ഒഴുകാനുള്ള ഒരു അനുകൂല സാഹചര്യം നമുക്ക് വന്നിരിക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറയുകയാണ്. ആദ്യമായിട്ട് പഠിതാക്കളുടെ ലേഖനങ്ങൾ വെച്ചിട്ട് വെളിച്ചം എന്ന് പറഞ്ഞിട്ടൊരു സോവനീർ ഇറക്കിയത് നമ്മളാണ്. അതേപോലെ തന്നെ വെളിച്ചം എന്ന് പറഞ്ഞൊരു 5 വർഷത്തോളം ഫൈസൽ ചക്കരക്കല്ല്, ഷഫീഖ് മമ്പറൊക്കെ പത്രാധിപ സമിതിയിൽ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഖുർആൻ പഠിതാക്കളുടെ ലേഖനങ്ങൾ അവരുടെ എഴുത്ത് ശേഷിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 വർഷത്തോളം വെളിച്ചം എന്ന് പറയുന്ന ഒരു 20ഓളം ലക്കങ്ങൾ നമ്മൾ പുറത്തിറക്കിയിരുന്നു. അപ്പം അങ്ങനെ നല്ല ഒരു പാരമ്പര്യമുള്ള ഒരു ജില്ലയാണ് നമ്മുടേത്. ഒരു സംവിധാനമാണ് QLS. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു പേറ്റുനോവാണ് നമ്മൾക്കിവിടെ അനുഭവപ്പെടുന്നത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ അള്ളാഹു നമ്മളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ സയ്യിദ് പറഞ്ഞു സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട്. അത് മതം മൊത്തത്തിൽ പഠിക്കുന്ന ഒരു സിലബസാണ്. 16 മാസം കൊണ്ട് മൊത്തത്തിൽ മതം പഠിക്കുന്ന ഒരു സിലബസാണ്. അവരുടെ പഠിപ്പ് കഴിഞ്ഞ ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പുളിക്കലിൽ വെച്ചിട്ട് അതിൽ പഠനം കഴിഞ്ഞവർ നമ്മൾ വന്നൂടെ എന്ന് പറഞ്ഞപ്പോൾ വരാൻ പാടില്ല എന്നെ പറഞ്ഞു. കോഴ്സ് കഴിഞ്ഞവരെ മാത്രം 140 ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് 100 ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതിനുശേഷം കേരളത്തിൽ മതപഠനത്തിന് ഒരു വല്ലാത്തൊരു ആവേശവും അതിനുശേഷം ഒരുപാട് സ്ഥലത്ത് അതിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ QLS എല്ലാ വർഷവും ഇപ്പോൾ സംഗമങ്ങൾ നടത്തുന്നു. സംസ്ഥാന സംഗമം നടക്കാൻ പോകുന്നു. പരീക്ഷ അടുത്ത ഈ മാസം ലാസ്റ്റിൽ വരാൻ പോവാണ്. അത് നമ്മൾക്ക് സൗകര്യമുണ്ട്. ഒരു ക്ലാസ്സിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. നമുക്കതിൻ്റെ സിലബസ് 1-ാം വർഷം 2-ാം വർഷം ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ട്, 3-ാം വർഷം ഇക്കൊല്ലം എഴുതട്ടെ, 4-ാം വർഷം മുമ്പ് എഴുതിയിട്ടുണ്ട്, 5-ാം വർഷം ഇക്കൊല്ലം എഴുതട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ എനിക്ക് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഞാൻ ഒരു കൃത്യമായ ഒരു പ്രഭാഷണ രൂപത്തിലൊന്നും അവതരിപ്പിച്ചല്ല, അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും പറഞ്ഞതിൻ്റെ QLS എന്ന് പറയുന്നത് ഖുർആൻ പഠന സംരംഭമാണ്. സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്നത് മതത്തെ മൊത്തത്തിൽ വിശ്വാസം, അനുഷ്ഠാനം, കുടുംബം, സമൂഹം എന്ന് 16 മാസങ്ങൾ കൊണ്ട് ഒരു ടൈം ഷെഡ്യൂളായിട്ട് സിലബസ് ബേസ്ഡായിട്ട് 4 ബുക്കിലൂടെ പഠിപ്പിക്കുന്ന സംവിധാനമാണ്. ഇതിന് 10 വർഷത്തെ സിലബസാണ്. അതോടൊപ്പം തന്നെ 4 ടെക്സ്റ്റ് ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. കൃത്യമായ പരീക്ഷയും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇനി മിസ്ബാഹ് പോലെയുള്ള, വെളിച്ചം പോലെയുള്ള, അങ്ങനെ ഖുർആൻ പഠിക്കാനുള്ള നമുക്ക് ഏറ്റവും നേരത്തെ ആ വാക്യം 4ാമത് ഉപയോഗപ്പെടുത്തട്ടെ. നമുക്ക് ഏറ്റവും കംഫർട്ടായത് വെളിച്ചമാണെങ്കിൽ വെളിച്ചത്തിൽ ചേരണം, QLSലാണെങ്കിൽ QLSൽ ചേരണം, സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിലാണെങ്കിൽ അതിൽ ചേരണം. ഇനി മിസ്ബാഹ് പരീക്ഷ മാത്രമേ എഴുതുന്നുള്ളൂ റമദാൻ, അതിലെങ്കിലും ചേരണം. തബ്ദീലുണ്ട് IGMന്റെ, ആ തബ്ദീലിൽ ചേരണം. ഒന്നിലും ഞാനില്ല, ഞാനിങ്ങനെ പ്രസംഗം കേൾക്കുക മാത്രമാണ് എന്ന രൂപത്തിലായാൽ 3ാമത്തെ പ്രതിസ്ഥാനത്ത് നമ്മൾ പരലോകത്ത് നിൽക്കേണ്ടി വരും എന്ന് മാത്രം അതിൻ്റെ എല്ലാവിധ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, വാക്കുകളിൽ മാർദ്ദവമില്ലെങ്കിൽ പിന്നെ എന്താണ് ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ സാധാരണ പറയുന്ന പോലെ മാർദ്ദവമില്ലാത്ത വാക്കൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല, മാർദ്ദമുള്ള വാക്ക് ഞങ്ങൾ ഉപയോഗിച്ചത്. ഏതായാലും അല്ലാഹു തആല നമ്മുടെ ഈ കൂടിച്ചേരൽ വലിയൊരു സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ഖുർആൻ പഠനരംഗത്ത് നമ്മളിലൂടെയും നമ്മളെ മക്കളിലൂടെയും വരും തലമുറകളിലേക്ക് ഈ ബാറ്റൻ കൈമാറാനുള്ള ഒരു മഹാസൗഭാഗ്യത്തിന് അർഹതക്ക് അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.